CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കിടാത്ത നക്ഷത്രം VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അന്തരിച്ചു. 102 വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനുക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശ്ശീല വീണത്. VSന്റെ മൃതദേഹം മറ്റന്നാൾ സംസ്കരിക്കും. ഇന്ന് രാത്രി മുതൽ തിരുവനന്തപുരത്ത് പൊതുദർശനം, നാളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. ഞായറാഴ്ച രാത്രി 11:40 സംഭവം. എരുമപ്പെട്ടി നെല്ലുവായ് മുരിങ്ങത്തേരി സ്വദേശി 62 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ബുൾഡോസർ രാജിലൂടെ ആസാമിലെ മുസ്ലിം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 1000-ഓളം പേരുടെ വീടുകൾ തകർത്ത BJP ഭരണകൂടം ഹിറ്റ്ലർ തുറന്നതുപോലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇന്ത്യയിൽ നടപ്പാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. ചുവട് എന്ന തലക്കെട്ടിൽ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാവക്കാട് മണത്തല കോട്ടപ്പുറത്തുനിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. പുതിയ സർവീസ് റോഡിന്റെ പടിഞ്ഞാറ് വശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ മുൻവശത്തു നിന്നാണ് ചെടി കണ്ടെത്തിയത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സിംബോസിയം സംഘടിപ്പിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ 3-ാം വാർഡ് ബ്ലാങ്ങാട് വയലിയിലെ BJP ജനപ്രതിനിധി പ്രദേശവാസികൾക്ക് നൽകിയ റോഡ് സംബന്ധിച്ച വാഗ്ദാനം നടപ്പാക്കിയില്ലെന്നാരോപിച്ച് CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പറക്കാട് ഗ്രാമം ലഹരിവിരുദ്ധ പദയാത്ര നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ 11-ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. ഗൃഹാതുര സ്മരണകളുടെ നിറവിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അത്തിക്കാവ് TMEHSSലെ 1985-86 വർഷത്തെ SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ചാലിശ്ശേരി സെന്റ് ഔഗീൻസ് പള്ളിയിൽ അബ്രാം മാർ കൂർലോസ് ബാവയുടെ 223-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷം നടന്നു. ചാവക്കാട് തിരുവത്ര TT മാധവൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പാട്ടിഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മ ഒത്തുചേർന്നു. സംഗീതത്തിലലിഞ്ഞ് ലൈബ്രറി ഓപ്പൺ സ്റ്റേജും പരിസരവും. ആക്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായി പുത്തൂരിൽ പുതിയ യൂണിറ്റ് രൂപീകരിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ആശയവുമായി വീടുകളിൽ നിന്നും വിവിധതരം ഫലവൃക്ഷ തൈകൾ കൊണ്ടുവന്ന് ആത്മമിത്രങ്ങൾക്ക് കൈമാറുന്ന ചങ്ങാതിക്കൊരു തൈ പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി. തൊഴിയൂർ CMUP സ്കൂളിൽ ചാന്ദ്രദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. തൃത്താല പൈതൃക അക്കാദമി ചെയർമാൻ ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത ജഗള എന്ന സിനിമ ജൂലൈ 18-ന് റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായി അണിയറ പ്രവർത്തകർക്ക് അനുമോദനവും ട്രെയിലർ പ്രദർശനവും നടത്തി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാഷാ സമര അനുസ്മരണവും തൃശൂർ ജില്ലാതല അലിഫ് അറബിക് ടാലന്റ് പരീക്ഷയും നടത്തി. അന്താരാഷ്ട്ര ചെസ് ദിനത്തോടനുബന്ധിച്ച് പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ചെസ് ബോധവൽക്കരണവും പരിശീലന മത്സരവും സംഘടിപ്പിച്ചു. ജൂലൈ 24-ന് നടക്കുന്ന കർക്കടക വാവുബലിക്കായി ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചാലിശ്ശേരി ആലിക്കരയിൽ CPM DYFI നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വൈദ്യരത്നം തലക്കോട്ടുകര ആയുർവേദശാലയും കേച്ചേരി വളപ്പിൽ കൂട്ടായ്മയും സംയുക്തമായി സൗജന്യ ആയുർവേദ പരിശോധന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോതച്ചിറ ആത്രശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 4-ന് മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭഗവതി സേവയും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് കുടക്കുഴി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ പാരായണം നടന്നു. പെരുമിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 1 മാസത്തോളമായി വിവിധ പരിപാടികളോടെ നടന്നുവന്നിരുന്ന ദേശീയ വായന മാസാചരണം സമാപിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.